ഒരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ച മാത്രം എന്തെങ്കിലും കാര്യം ആലോചിച്ച് എത്ര പ്രാവശ്യം നിങ്ങൾ വിഷമിച്ചിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വിലയുമില്ലാതായി എന്ന് തോന്നിയിട്ടുണ്ട്? ചിലപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് അവസാന നിമിഷം ഫ്രണ്ട് അത് ക്യാൻസൽ ചെയ്തു, അല്ലെങ്കിൽ ആൾ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി നിങ്ങളെ കൂട്ടാതെ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടും ബോസിൻ്റെ വക വിമർശനം അല്ലെങ്കിൽ ചീത്തവിളി. അതും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ഒരു കാര്യം ഒരാളോട് ഷെയർ ചെയ്തു, പക്ഷേ ആളത് മൈൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് പോയി. ഇച്ചിട്ടെങ്കിലും ഈ അവസ്ഥയിലൂടെയൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? ഉണ്ടെങ്കിൽ ഇതൊക്കെ വ്യക്തിപരമായിട്ട് എടുക്കാറാണോ? നമ്മളിൽ ഭൂരിഭാഗവും ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് എടുത്ത് സങ്കടപ്പെടും അല്ലേ? എന്നാൽ ഇത്തരത്തിലുള്ള നിരന്തരമായ സ്ട്രെസ്സുകളിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും മുക്തമായി ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാലോ? ആരുടെയും വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ നിങ്ങളുടെ സമാധാനം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ കവർന്നെടുക്കാൻ കഴിയില്ലെങ്കിലോ? ഈ വീഡിയോയിൽ കാര്യങ്ങൾ വ്യക്തിപരമായി എടുക്കുന്നത് നിർത്താനുള്ള 2 ശക്തമായ തന്ത്രങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, കാരണം ഈ തന്ത്രങ്ങൾ വഴി നിങ്ങളുടെ വികാരങ്ങൾ, ചിന്തകൾ, ജീവിതശൈലി എന്നിവയിൽ എങ്ങനെ മാറ്റം വരുത്താമെന്നാണ് പറയാൻ പോകുന്നത്. ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ, നിങ്ങളുടെ സുഹൃത്തിന് സിനിമ കാണാൻ ക്ഷണിക്കുന്നു. അവൾ അല്ലെങ്കിൽ അവൻ പറയുന്നു, സോറിടാ എനിക്കിന്ന് വേറെ പണിയുണ്ട്, ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസൗകര്യം പറയുന്നു. പക്ഷെ അന്ന് രാത്രി അവരുടെ സോഷ്യൽ മീഡിയ സ്റ്റോറിയിൽ, ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് സ്റ്റോറിയിൽ, അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റോറിയിലൊക്കെ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോയത്, റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുന്നത്, അവരുടെ കൂടെ പൊട്ടിച്ചിരിക്കുന്നത്, ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് എന്താ തോന്നുക? ഇത് കണ്ടാൽ സങ്കടം തോന്നില്ലേ? വഞ്ചിക്കപ്പെട്ടെന്ന് തോന്നില്ലേ? ഒരു വിലയും തന്നില്ല എന്ന് തോന്നാറില്ലേ? വേറെ സിറ്റുവേഷൻ, നിങ്ങൾ കമ്പനിയിലെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. നിങ്ങളുടെ കഴിവും സമയവും പൂർണ്ണമായി നിങ്ങൾ നൽകി. 100% നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു. അവസാനം അത് അവതരിപ്പിച്ചപ്പോൾ പ്രതീക്ഷിച്ചിരുന്ന അനുമോദനത്തിന് പകരം നിങ്ങൾക്ക് കിട്ടിയത് വിമർശനം. നിങ്ങൾക്ക് ആകെ വിഷമമായി. വീട്ടിലേക്ക് പോയി ഇതൊന്നും ആരോടെങ്കിലും പറഞ്ഞ് മനസ്സിൻ്റെ ഭാരം ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ പോയി. വീട്ടിലാരാണുള്ളത് അവരോട് പറയുന്നു, അവരൊരു താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ അവർ TV ഓണാക്കി സീരിയൽ കാണുന്നു, അത് ശ്രദ്ധിക്കുന്നു. ഇത് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ടല്ലേ നിങ്ങൾ എടുക്കുക? തീർച്ചയായും. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യവും വ്യക്തിപരമായി എടുക്കുന്നത്? കാരണം നമ്മുടെ ഈഗോ, നമ്മുടെ അഹംഭാവം അതിൽ ഇടപെടുന്നതുകൊണ്ടാണ്. ഞാൻ മുന്നേ പറഞ്ഞ അവസ്ഥകളൊക്കെ വരുമ്പോൾ ഈഗോ പറയുന്നു, ഞാൻ കൂടുതൽ ശ്രദ്ധ അർഹിക്കുന്നുണ്ട്, ഞാൻ കൂടുതൽ ബഹുമാനം അർഹിക്കുന്നുണ്ട്, എന്നെ എല്ലാവരും അംഗീകരിക്കണം, ഞാൻ എപ്പോഴും ശരിയായിരിക്കണം. അവിടെയാണ് പ്രശ്നം. ഈഗോ നമ്മളെ നിയന്ത്രിക്കുമ്പോൾ നമുക്ക് ദിവസം മുഴുവനും ഇത്തരത്തിലുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ നമ്മൾ വിഷമിച്ചുകൊണ്ടേയിരിക്കും. ഓരോ വിമർശനവും, ഓരോ തിരസ്കരണവും, ഓരോ അഭിപ്രായ വ്യത്യാസവും നമ്മൾക്കെതിരെയുള്ള ഒരു ആക്രമണമായി നമുക്ക് തോന്നുന്നു. അത് നമ്മൾ തളർത്തുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ശരിയായിരിക്കണോ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സന്തോഷമായിരിക്കണോ എന്നാണ്. ഇനി നേരത്തെ പറഞ്ഞ ആ സ്ട്രാറ്റജികൾ പറയാം. ഒന്നാമത്തെ സ്ട്രാറ്റജി തന്ത്രം എന്ന് പറയുന്നത്, അതെന്നെക്കുറിച്ച് അല്ല എന്ന് ചിന്തിക്കുക. ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുമ്പോഴോ അവഗണിക്കുമ്പോഴോ അല്ലെങ്കിൽ ശകാരിക്കുമ്പോഴോ അത് ചിലപ്പോൾ നിങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. ചിലപ്പോൾ ആ വ്യക്തി ഭയങ്കര സ്ട്രെസ്സിലാവും, സമ്മർദ്ദത്തിലാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പുരോഗതിയിൽ അസൂയപ്പെടുന്നുണ്ടാവും. അങ്ങനെ വരാട്ടോ. അതും അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടി അറിയാത്ത എന്തെങ്കിലും ഒരു വലിയ പ്രശ്നത്തിലൂടെ ആവും ആ വ്യക്തി കടന്നു പോകുന്നുണ്ടാവുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ 2 സുഹൃത്തുക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളപ്പം അങ്ങോട്ട് നടന്നു വരികയാണ്. പെട്ടെന്ന് നിങ്ങൾ നടന്നു വരുന്ന നോക്കി അവർ 2 പേർ ചിരിക്കുന്നു. നിങ്ങളെന്താ പെട്ടെന്ന് ചിന്തിക്കുക? അവരെന്തോ എന്നെ പറ്റി കുറ്റം പറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ കളിയാക്കി ചിരിക്കുകയാണ്. പക്ഷേ ശരിയാണോ? നമുക്കറിയില്ല. ചിലപ്പോൾ അവരെന്തെങ്കിലും രസകരമായ സംഭവം ആലോചിച്ച് ചിരിച്ചതാവാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിച്ച് ചിരിച്ചതാവാം, അതല്ലെങ്കിൽ നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു കാര്യം സംസാരിച്ച് ചിരിച്ചതാവാം. അവിടെയാണ് നമ്മൾ കാഴ്ചപ്പാട് മാറ്റേണ്ടത്. ഈ അവസ്ഥയിൽ ഞാൻ അല്ലെങ്കിൽ എന്നെ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മളെന്ന നിലയിലേക്ക് കാഴ്ചപ്പാട് മാറുമ്പോൾ പിന്നെ എന്നെപ്പറ്റി അവരെന്താ പറയുന്നത് എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്താ അവരുടെ പ്രശ്നം, അല്ലെങ്കിൽ അവരുമില്ല എന്തോ കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഇറിറ്റേഷന് പകരം മനസ്സിലാക്കാൻ ഇടമുണ്ടാക്കും. അതാണ് ആ ചിന്തയുടെ ഭംഗി. അവർ സംസാരിക്കുന്നത് നിങ്ങളെപ്പറ്റിയെല്ലാം ചിന്തിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ശക്തി വെറുതെ കളയുന്നത് നിങ്ങൾ നിർത്തുന്നു. അവരുടെ മാനസികാവസ്ഥ, അവരുടെ അഭിപ്രായം, അവരുടെ ജഡ്ജ്മെൻറ്റ് അതൊന്നും നിങ്ങളെ ബാധിക്കാതാവുന്നു. അതിനൊന്നും നിങ്ങളുടെ സമാധാനത്തിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതാവുന്നു. എന്നാൽ സത്യം പറഞ്ഞാൽ ചില സമയത്ത് നിങ്ങൾ ശരിക്കും തോന്നും, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പാവും അത് നമ്മളെപ്പറ്റി തന്നെയാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ പറയാൻ പോകുന്ന 2ാമത്തെ സ്ട്രാറ്റജിയുടെ പ്രാധാന്യം വരുന്നത്. ആ സ്ട്രാറ്റജിയാണ് അത് എന്നെക്കുറിച്ചാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാളൊരു പേര് വിളിക്കുകയാണ്. എന്താ പേര്? ഇപ്പോൾ ഓറഞ്ച്. ഒരാൾ നിങ്ങൾ ഓറഞ്ച് എന്ന് വിളിക്കണം വിചാരിക്കാം.
നിങ്ങൾ ഒഫൻഡഡ് ആവുമോ? അസ്വസ്ഥത തോന്നുമോ? ഒരിക്കലുമില്ല. കാരണം ഓറഞ്ചാണെന്ന് തോന്നുന്ന വിശ്വസിക്കാൻ പറ്റിയ ഒന്നും നിങ്ങളിലില്ല അല്ലേ? അതിന് പകരം ചക്ക എന്ന് വിളിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഞാൻ കുറച്ച് തടിയുണ്ട് അതുകൊണ്ടാണ് അവരങ്ങനെ വിളിക്കുന്നതെന്ന്. അല്ലെങ്കിൽ ആരും പറയാണ് നീ ഒരു സ്വാർത്ഥനാണ്, അല്ലെങ്കിൽ നീ പോരാ, നീ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാകും അല്ലെങ്കിൽ വേദനിക്കും അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ ഹൃദയത്തിൽ ആ പറയുന്നത് സത്യമാണെന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അത് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു അരക്ഷിതാവസ്ഥയെ അല്ലെങ്കിൽ മനസ്സിൽ ആ ഒരു മുറിവിനെ തൊട്ടിട്ടുണ്ടാകും. ചിലപ്പോൾ കുട്ടിക്കാലത്ത് എപ്പോഴോ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു വാക്ക് നിനക്ക് എന്തിനു പറ്റും, അല്ലെങ്കിൽ നിന്നെ ഒന്നിനും കൊള്ളില്ല. അനുഭവം ഉണ്ടോ? ഇങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ ഒന്ന് നിർത്തി ശ്വാസം എടുത്ത് സ്വയം ചോദിക്കുക, എന്തുകൊണ്ടാണ് അതെന്നെ വേദനിപ്പിച്ചത്? എൻ്റെ ഏത് ഞരമ്പിനാണ് അത് തൊട്ടത്? നമ്മളിങ്ങനെയുള്ള ചിന്തകളൊക്കെ അകറ്റി നിർത്തുന്നതിന് പകരം നമ്മൾ നമ്മളോട് തന്നെ ഒരു സഹാനുഭൂതി കാണിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടാകുന്നു, അത് ഭയങ്കര വേദന ഉണ്ടാക്കുന്നു, എല്ലാവരും നമ്മൾ അംഗീകരിക്കണം എന്ന് നമ്മൾ കൊതിക്കുന്നു. ഇവിടെ ആ വേദന ഒരു കണ്ണാടി പോലെയാണ്. നമുക്ക് എവിടെയാണ് ഹീലിംഗ് വേണ്ടത്, സുഖപ്പെടേണ്ടത് എന്ന് അത് കാണിച്ചു വരുന്നു. അത് നിങ്ങൾക്കെതിരെയുള്ളൊരു അറ്റാക്കല്ല, ഒരു ഇൻവിറ്റേഷനാണ്, ക്ഷണം. അതുകൊണ്ട് ആ വേദനയെ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്നതിന് പകരം അത് ഫേസ് ചെയ്യുക, സ്വയം പറയുക, എപ്പോഴും വിലമതിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ വേദന. എപ്പോഴും സ്നേഹിക്കപ്പെടണമെന്ന് അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ വേദന. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയം നിങ്ങൾ വളരാൻ തുടങ്ങും, നിങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങും, നിങ്ങളുടെ ചിന്തകൾ തന്നെ മാറാൻ തുടങ്ങും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് സ്വാതന്ത്ര്യം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ ചങ്ങലകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. എപ്പോഴും മറ്റുള്ളവർ തന്നെ അംഗീകരിക്കണമെന്ന ചിന്തയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. സത്യം പറഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളുടെ മൂല്യം കാണുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ മൂല്യം ഒരിക്കലും കുറയുന്നില്ല. അവർ നിങ്ങളെ അവഗണിക്കുമ്പോഴും നിങ്ങൾ വർത്തിയാണ്. അവർ നിങ്ങളെ വിമർശിക്കുമ്പോഴും നിങ്ങൾ വർത്തിയാണ്. അവർ നിങ്ങളെ വിട്ടുപോവുകയാണെങ്കിലും നിങ്ങൾ വർത്തിയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ സമാധാനത്തിൻ്റെ താക്കോല് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നിർത്തുക. നിങ്ങളുടെ സന്തോഷം തീരുമാനിക്കാനുള്ള പവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നിർത്തുക. നിങ്ങളല്ലാതെ മറ്റാർക്കും നിങ്ങളുടെ മൂല്യം തീരുമാനിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്നു മുതലും ഈ 2 സത്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഒന്നാമത്തെ പറഞ്ഞത്, അത് എന്നെക്കുറിച്ചല്ല, ആളുകളുടെ നിങ്ങളോടുള്ള പെരുമാറ്റം അത് നിങ്ങളുടെ മൂല്യത്തെ അല്ല, മറിച്ച് അവരുടെ ആന്തരിക ലോകത്തിൻ്റെ പ്രതിഫലനമാണെന്ന് മനസ്സിലാക്കുക. അടുത്ത സത്യമാണ്, അതെന്നെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് എനിക്ക് ഹീലിംഗ് വേണ്ടതെന്നും വളർച്ച വേണ്ടതെന്നും കാണിച്ചു തരികയാണെന്ന സത്യം. ഈ 2 സത്യങ്ങളുമായി നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരുടെ മുന്നിലും തലകുനിക്കാതെ ജീവിക്കാൻ പറ്റും, കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാൻ പറ്റും, കൂടുതൽ സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ആരെങ്കിലും അവഗണിക്കുമ്പോൾ, ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുമ്പോൾ, ആരെങ്കിലും നിങ്ങളെ ചെറുതാക്കുമ്പോൾ ഓർക്കുക, നിങ്ങളൊരിക്കലും ചെറുതായിരുന്നില്ല. നിങ്ങളെപ്പോഴും പവർഫുള്ളായിരുന്നു, നിങ്ങളെപ്പോഴും ശരിയായിരുന്നു. നിങ്ങൾ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായി എടുക്കുന്നത് നിർത്തുന്ന നിമിഷം നിങ്ങളുടെ ജീവിതം വീണ്ടെടുക്കുകയാണ്. നിങ്ങൾ ഒരു പുതിയ മനുഷ്യനാവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എപ്പോഴെങ്കിലും മറ്റുള്ളവർ തന്നെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നോർത്ത് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും വിഷയത്തിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് പറയുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ആയിരിക്കുക.